അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരാനിരിക്കെയാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കേസാണ്. റേപ്പാണ് സ്വാഭാവികമായും ചാർജ് ചെയ്തിട്ടുള്ളത്. ഒരു ഹാബിച്വൽ ഒഫൻഡറായിട്ടുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം കോടതി മുൻപാകെ നിൽക്കുമ്പോൾ മുൻകൂർ ജാമ്യം പോലെയുള്ളവ കിട്ടുക സാധ്യമാണോ? മുൻകൂർ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് ബേസ് ചെയ്തിട്ട് കേസിൻ്റെ ഗ്രാവിറ്റി, നമ്മൾ കണ്ടിട്ടില്ലാത്ത കേസ് ഡയറിയിലെ കണ്ടൻസ് കോടതി കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആസ്പെക്ട്സ് പരിശോധിച്ചിട്ടാണ് മുൻകൂർ ജാമ്യം കൊടുക്കുന്നത്. ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് അതിന് ക്രൈം പോരാ. ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറയുന്നത് മുൻപൊരു ക്രൈമിൽ കൺവിക്ട് ചെയ്യപ്പെട്ട ആളുകളൊക്കെയാണ്. അതായത് ഈ കേസ് വന്നതിന് ശേഷമുള്ളൊരു ക്രൈം എന്നതിന് മറ്റേ ആ ക്രൈറ്റീരിയയിൽ വരില്ല. പക്ഷേ ഇതൊക്കെ കോടതികളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന പാരാമീറ്റേഴ്സായിട്ട് നമുക്കതിനെ കണക്കാക്കാം. എനിക്ക് അത്ഭുതം തോന്നുന്നൊരു വിഷയം ഇന്നിപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞപ്പോൾ ആ കംപ്ലൈൻറ്റിൻ്റെ കണ്ടൻസൊക്കെയാണ് ഇന്ന് പറയുന്നത്. ഈ സെക്ഷൻ 72 അട്രാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കംപ്ലൈൻറ്റൊക്കെ KPCC പ്രസിഡന്റ് കൊടുക്കുന്നു, മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു, പത്രലേഖകർക്ക് അതിൻ്റെ കണ്ടൻറ്റ് കിട്ടുന്നു, പിന്നെ എന്തിനാണ് സെക്ഷൻ 72 ഒക്കെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. പരാതിക്കാരിയെയോ പരാതിക്കാരിയുടെ വേറെബൌട്ട്സോ മനസ്സിലാവുന്ന വിധത്തിലുള്ള യാതൊരു ഉള്ളടക്കവും മാധ്യമങ്ങളോ മറ്റാരെങ്കിലുമോ പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് അവർ നേരിട്ട ഒരു വലിയ കുറ്റകൃത്യം അവർ വിവരിച്ചു. അത് കൃത്യമായ എന്തുകൊണ്ടാണ് ഇത് പുറത്തു പറയുന്നതെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഇനി സ്ത്രീകളും കുട്ടികളുമായിട്ട് ഇയാൾ ഇടപഴകാൻ ഇടവരരുത്, അതുകൊണ്ട് ഇതാണ് ഞാൻ അനുഭവിച്ചതെന്ന് ഒരാൾ പറയുകയാണ്. അപ്പൊ അതിന്റെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അഭിലാഷേ, എന്തുകൊണ്ടാണ് ഇത്തരം കേസുകളുടെ FIR വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തത്? മറ്റ് FIRs എല്ലാം വെബ്സൈറ്റിൽ ഇപ്പോൾ എന്നോട് ഏത് കേസ് പറഞ്ഞാലും FIR എടുത്തു തരാം ഞാൻ. ഈ കേസിൻ്റെയോ ഇത്തരം കേസുകളുടെ FIR അപ്ലോഡ് ചെയ്യില്ല, FIS അപ്ലോഡ് ചെയ്യില്ല, കംപ്ലൈൻറ്റ് കിട്ടില്ല, ആപ്ലിക്കേഷൻ കൊടുത്താൽ ഒരു തേർഡ് പാർട്ടിക്ക് കിട്ടില്ല. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ഇതിൻ്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി ഇത് പുറത്ത് ചാടണമെങ്കിൽ 72(2) പ്രകാരമുള്ള വിക്ടിമിൻ്റെ ഒരു ഓതറൈസേഷൻ ലെറ്റർ വേണം. ഇത് പുറത്ത് വിടാം എന്നുള്ള ഓതറൈസിങ് ലെറ്റർ വേണം. ആ ഓതറൈസിങ് ലെറ്റർ ഇല്ലാതെ അതിൻ്റെ കണ്ടൻസ് എല്ലാവർക്കും കിട്ടുകയാണ്. നാളെ കേസിൻ്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കി. എനിക്കറിയില്ല. ഇന്ന് വാദം പൂർത്തീകരിച്ചിട്ട് നാളത്തേക്ക് ഓർഡേഴ്സ് സാധാരണ വാദം പൂർത്തീകരിച്ചാൽ ഓർഡേഴ്സിന് വെക്കും. ഓർഡർ പൂർത്തീകരിച്ചിട്ട് ഓർഡേഴ്സിന് വെക്കുകയാണ് ചെയ്യല്. മെയിൽ ആപ്ലിക്കേഷന് 2 ഫസ്റ്റ് പോസ്റ്റിങ്ങിൽ ഇൻസ്ട്രക്ഷന് പോകും, അടുത്ത പോസ്റ്റിങ്ങിൽ പോലീസിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ വാദം കേൾക്കും, അതിനുശേഷം ജഡ്ജ് ഓർഡർ പറയാൻ വേണ്ടി അടുത്ത ദിവസത്തേക്ക് വെക്കും. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. കോടതി പോകുന്ന വക്കീലന്മാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും സബ്ജുഡീസാണ് നമ്മുടെ ഇതിൻ്റെ കണ്ടൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ലീഗൽ ആംഗിളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ഫെനി എന്ന് പറഞ്ഞ പേര് പറഞ്ഞു. അയാൾ എന്തോ തദ്ദേശ സ്വയംഭരണത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇതൊന്നും റിലവൻ്റ് അല്ല കേട്ടോ. ഇതൊന്നും ഈ കേസിന് യാതൊരു റിലവൻസുള്ള കാര്യങ്ങളല്ല. അതൊന്നും കേസിൻ്റെ മെറിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് വിക്ടിമിന് നീതി ലഭിക്കുക എന്ന ഇൻട്രസ്റ്റിൽ മാത്രം നിൽക്കണം. ഇത്തരം കേസുകളെ ഒരിക്കലും പൊളിറ്റിസൈസ് ചെയ്യരുത്. നമ്മളിതെല്ലാം പറഞ്ഞ് പൊളിറ്റിസൈസ് ചെയ്ത് ഇലക്ഷനൊക്കെ അങ്ങ് കഴിയും. ഇതില് നമ്മൾ അങ്ങനെ രാഷ്ട്രീയമൊന്നും കാണേണ്ട. ഇവിടെ ഇതെല്ലാം പുറത്തു വരും. ഇവിടെ ഇപ്പൊ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്തുകൊണ്ട് ഇത് പുറത്തു പറയുന്നു ചോദിച്ചാൽ കണ്ടേ മതിയാവും. അല്ല, ഇത്രയും കാലം ഈ വലിയ ട്രോമയിലൂടെ കടന്നുപോയ ഇപ്പോ രണ്ടാമത്തെ പരാതി നൽകിയിരിക്കുന്ന ആ പരാതിക്കാരി പറയുന്ന വാചകം, പരാതിയിലുള്ളൊരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. Today, after hearing a public statement that no complaint have been received by the KPCC president, I feel morally obligated to ensure that the truth is known. I am not seeking publicity, sympathy or personal benefit. My only intention is to protect other vulnerable women from harm. അതായത് എൻ്റെ മോറൽ ഒബ്ലിഗേഷനാണ് എന്ത്? ദ ട്രൂത്ത് ഈസ് നോൺ. സത്യം ജനങ്ങൾ അറിയുക എന്നുള്ളത് എൻ്റെ മോറൽ ഒബ്ലിഗേഷൻ ആണ് എന്ന് പറഞ്ഞ് മറ്റ് സ്ത്രീകൾക്ക് അപകടം വരാതിരിക്കാൻ ഇത് സമൂഹം അറിയണം എന്ന് പറഞ്ഞ് ഒരാൾ രംഗത്ത് വരുമ്പോൾ, ഒരു പ്രിഡേറ്റർക്കെതിരെ മുന്നറിയിപ്പ് നൽകുമ്പോൾ നമ്മൾ ഏതെങ്കിലും സെക്ഷൻ പറഞ്ഞ് അയ്യോ ഇതൊന്നും പുറത്തു പറയരുത് എന്ന ലീഗലായ നൂലാമാല അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അല്ല, അത് അഭിലാഷേ നിങ്ങൾ വായിച്ചതിൻ്റെ കണ്ടൻസ് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് വേണ്ടത് അവരുടെ ഓതറൈസേഷൻ വേണം.
ഇല്ലെങ്കിൽ ഞാൻ ഈ ഒഫൻസിൻ്റെ പാർട്ടാകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടൻസിലേക്കൊന്നും ഞാൻ പോവില്ല. എൻ്റെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഇതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്, ഇതിനൊരു എന്താ പറയുന്ന ഒരു ലീഗൽ ആസ്പെക്റ്റും ഉണ്ട്. അവിടെ വ്യക്തിമായപ്പെട്ട ആൾ യഥാർത്ഥത്തിൽ വ്യക്തിമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ട്രയലിൽ പ്രതി ശിക്ഷിക്കപ്പെടും. ബെയിലുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പ്രതിയുടെ കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ബെയിൽ റിജക്റ്റ് ചെയ്യും. അപ്പോൾ കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡി ചോദിക്കും, കസ്റ്റഡിയിലേക്ക് അവരെ കൊടുക്കും. കൊടുത്തതിന് ശേഷം ബാക്കി എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി കസ്റ്റഡി വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബെയിൽ കൊടുക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം. ഇത്തരം കേസുകൾക്ക് ഞാൻ പറഞ്ഞ വലിയ ഒരു കറപ്ഷൻ കേസൊക്കെ ആണെങ്കിൽ, അതുപോലെ ഇപ്പോൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ PMLA പോലുള്ള മാറ്റേഴ്സൊക്കെ ആണെങ്കിൽ പബ്ലിക്കിന് താല്പര്യം ഒരുപാടുള്ള ഇഷ്യൂ ആണ്. കാരണം പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് വലിയ ഡോസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇത് പേഴ്സണലായ വ്യക്തികളുടെ മാനത്തെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. വിക്ടിമിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, പ്രതിയെക്കുറിച്ചല്ല. വിക്ടിമിൻ്റെ മാനത്തെ ബാധിക്കുന്ന ഇഷ്യൂ വരുമ്പോൾ ഇത് അടുത്തൊരു വ്യക്തി ഇത് പറഞ്ഞ് പുറത്തോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് IPCയിൽ 228 ആഡ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ BNSൽ 72 ആഡ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു വിക്ടിമിൻ്റെ ഇഷ്യൂ അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇതുപോലെ ഒരിടത്ത് പലയിടത്തും പല ആളുകളും പലതരത്തിലും പെൺകുട്ടികളോടും കൊച്ചുകുട്ടികളോടും ഒക്കെ പോക്സോയിലും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അവരൊക്കെ ഭീതിയോടെ കാണുന്നത് ഇതിങ്ങനെ പുറത്തോട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരാളാണ് ചെയ്തെന്നിരിക്കട്ടെ, ഞാനെങ്ങാനും ഒരു പരാതി കൊടുത്തു പോയാൽ ഈ കണ്ടൻസ് എല്ലാം എടുത്തു വെച്ചിട്ട് ചർച്ച ചെയ്യും, അങ്ങനെ സംഭവിക്കട്ടെ, ഇനി അത് മറന്നു കളയാം എന്ന് ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇതിനോട് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം. ഇത്തരം വിഷയത്തോട് പരാതിക്കാരി തന്നെ ഓതറൈസ് ചെയ്യുക, എന്റെ പേര് റിവീൽ ചെയ്യുക. നിർഭയ കേസിൽ അവരുടെ മാതാവിന്റെ വിഷയം പക്ഷെ എങ്കിലും സുപ്രീം കോടതി പേര് പറയണം. സത്യം പുറത്തറിയണം എന്നുള്ളത് പരാതിക്കാരിയുടെ താല്പര്യമാണ്. സത്യം പുറത്തു വരാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തന്നെ നിർബന്ധിതയായതെന്ന കാര്യം ഞാൻ അങ്ങേ ആവർത്തിച്ചോർപ്പിക്കാം. ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം അവർ പരാതി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അത് അവർ വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇത്രയും കാലം പരാതി കൊടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവർ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. അവർ പേടിച്ചിട്ടാണ്. അവർ പേടിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്വഭാവ ഹത്യയാണ്. ആദ്യത്തെ പരാതിക്കാരിയും ഇത് പറയുന്നുണ്ട്. സൈബർ ടീമിനെ ഉപയോഗിച്ച് ഞാൻ തീർത്തു കളയും എന്ന് പേടിപ്പിക്കുന്നുണ്ട്. അത് അവർ വിശദീകരിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും അവർക്കിപ്പോഴും ആ പേടിയുണ്ട്. താങ്കൾ വിക്ടിമിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണോ എന്ന് എനിക്കറിയില്ല. വട്ടെവർ, എന്തായാലും അവരിപ്പോ പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും അവരുടെ പാർട്ടി തന്നെ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് ഒരു പരാതിയുമില്ല എന്ന മാനമാണ് അവരുടെ ഭീതി. അല്ല, ഒരു പരാതിയുമില്ല എന്ന് ഈ കുറ്റക്കാരന്റെ പാർട്ടി നിഷേധിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് അവർ പറയുന്നത് അങ്ങനെയല്ല, സത്യം അറിയണം എന്ന് പറയുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ വിഷയത്തിൽ അയാൾക്ക് ബെയിൽ കൊടുക്കണമെന്നോ അയാൾ ശിക്ഷിക്കരുതെന്നൊന്നും ഒരു കേസ് എനിക്കില്ല. കുറ്റകൃത്യം അയാൾ ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടായിരിക്കും. ഒരു കാരണവും ഇല്ലാതെ ഒരു പരാതി ആരും കൊടുക്കില്ലല്ലോ. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരാതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി യഥാർത്ഥ തെളിവുകൾ കണ്ടെത്തി ആ സാക്ഷികളെ കണ്ടെത്തി അവരൊരിക്കലും ഞാൻ പറയാം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ വല്ലാതെ കാര്യങ്ങൾ പബ്ലിസൈസ് ചെയ്യരുത്. തെളിവുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നശിക്കും. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുള്ള ഓഫീസർമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ പുറത്ത് വിടുന്ന ചില ആസ്പെക്ട്സ് ഉണ്ട്. അത് പുറത്ത് വിടുന്നത് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റിഗേഷനിൽ ഡൈവേർഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർ ഡൈവേർഷന് വേണ്ടി പുറത്തു, അല്ലാത്ത ഒന്നും ഇൻവെസ്റ്റിഗേഷനിൽ പുറത്തു വിടില്ല. ചെയ്യുന്നില്ല. ഞാൻ ആ വിഷയത്തിന്റെ സഹോദരിയായിട്ടോ മകളായിട്ടോ. ശരി, ഓക്കെ.